ആ അത്തിയേ ഇതാ വന്ന് ആ, ഇതാ എടാ, കുടിച്ചോളി ചായ. ഉം. കൊണ്ട കാർത്തിയേ ഏ പഞ്ചസാര ഇട്ടൂടെ ഞങ്ങൾക്ക് ഇല്ലേ? പഞ്ചസാര ഇങ്ങനെ കുത്തി കലക്കി കുടിക്കണ്ട. ആ. പ്രമേഹം കുറച്ചുള്ളല്ലേ. ആ ആ ഓ എന്റെ ആരോഗ്യകാര്യത്തിൽ നോക്കണ്ട സുസ്കാന്തി നല്ലേ. എന്തേം പറഞ്ഞിനാ? പഞ്ചസാര കുറച്ച് മതി, അതാ നല്ലേന്ന് പറഞ്ഞതാ. നന്നായി. ആരുമില്ല, അടുത്ത ശനിയാഴ്ച പോര്. പ്രഭാകരല്ല അവിടെ. ഏ പ്രഭാകരല്ല. അല്ല വേറെ ആരും വേറെ ആരും കാര്യമില്ല. ശനിയാഴ്ച പോന്നാളി അടുത്ത. ഞാനേ ആ നാരാട്ടാ ഏ മനസ്സിലായോ? ശനിയാഴ്ച തണ്ണാച്ചിയല്ലേ? ശനിയാഴ്ചത്തെ അണ്ണാച്ചിയല്ല. ആരാണ് ഞാൻ മറ്റേ ഇല്ലാത്ത പറമ്പിലെ പവിത്രന്റെ മോനാണ്. ഇല്ലാത്തറമ്പത്തെ അഖിലേഷ്. പവിത്രന്റെ രണ്ടാമത്താനോ? മോജിക്ക് അയ്യോ അയ്യോ അയ്യോ, അന്ന് കണ്ടിന് മനസ്സിലായില്ലെന്നാല്. അതെയല്ലേ. കാർത്തിയേ, ഓയ് കാർത്തിയ ആ ധാരാ വന്നു നോക്കയ്യേ. ആരാണ്? ധാരാണ്. ആരേനി മോനെ? ഇത് മോയിരുന്നോ? ആരാണ്? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആരാണ് നോക്കയ്യേ? ആരാണെന്ന് പറയ്. ഇല്ലാത്തറമ്പത്തെ പവിത്രന്റെ ചെറിയ പവിത്രന്റെ മോനാ? ഒന്ന് എണീറ്റക്ക്. പടവലം പോലെ അങ്ങോട്ട് വളർന്നില്ല. വളവുണ്ട് ചെക്കന് പടവലത്തിന്റെ. അല്ല മോനെ, എന്തൊക്കെയാ വീട്ടിലെ പാട്? അച്ഛന് സുഖാണോ? ആ അച്ഛനെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. അച്ഛനെന്തോ വാദത്തിന്റെ കുഴപ്പമില്ലേനോ? അത് മാറി. മാറൊന്നുമില്ല. ഇങ്ങനെയാ മാറിയതാ ഇവിടെ ഒരു വാദം. ഇത് ഈ ശനിയാഴ്ച അണ്ണാച്ചിനെ പോലെ വന്നും പോയിക്കൊണ്ടും ഇങ്ങനെ നിൽക്കും. മാറൂലെന്ന് അച്ഛനോട് ഇല്ല പറഞ്ഞേക്ക്. അച്ഛനിപ്പോ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ അമ്മക്ക് പോകുന്നു. എത്ര വയസ്സുണ്ടേനി മോനെ? അമ്മയ്ക്ക് 53 വയസ്സ്. എന്നാലും 53 വയസ്സിലൊക്കെ ഒരു അമ്മ മരിക്കാന്ന് പറയുമ്പോലെ മരിക്കേ? മരിച്ചല്ലേ അമ്മ? അമ്മ മരിച്ചില്ലല്ലോ. ഏ അമ്മയല്ല മരിച്ചു. അമ്മേന്റെ വകയിലൊരു ഏച്ചിയില്ലേ മരിച്ചു. എന്താണ് കാർത്തിയെ പറയുന്നത്? അമ്മന്റെ അല്ല ചേച്ചി നമ്മളാ വീട്ടിൽ പോയത് എനിക്ക് ഓർമ്മ ഉണ്ട്, അതുകൊണ്ടാ. അമ്മേന്റെ ഏച്ചിയാ മരിച്ചു. അമ്മക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? അമ്മയ്ക്ക് ഇപ്പൊ 53 വയസ്സായി. 53 ഒന്നും കണ്ടാ പോരാ. ഇല്ല 58 അയ്യോ, നമ്മക്ക് 53 ഇല്ല, ഓക്കോ? 51 ഉള്ളൂ. അതെങ്ങനെ? 51 പറയുമ്പോ ധനു, കുംഭം, മകരം, മീന, ഇടവം, വൃശ്ചികം 3, അടുത്ത വൃശ്ചികം 3 എന്റെ അമ്മക്ക് 51 വയസ്സ് തികയും. കൃത്യമായിട്ടാ ബാക്കിയുള്ള പെണ്ണുങ്ങളെ വയസ്സിന്റെ കാര്യമൊക്കെ പറയുന്നത്. അല്ലാത്ത സാധനം. അല്ല മോനെ, ഒരമ്മല്ലേ എന്റെ മിലിറ്ററിയിലെട്ടോ? ഭാർഗവമാമനല്ല. ഭാർഗവമാമൻ ഭാർഗവമാമൻ എന്താക്കുന്നു? മിലിറ്ററിന്ന് വന്നല്ലോ, നാട്ടിലുണ്ട് ഇപ്പൊ. ആണോ? ആ ഇപ്പൊ അപ്പൊ എന്താക്കിയാ? 2 ആഴ്ച മുന്നേ ഒരു ആക്സിഡന്റ് ആയി. ബൈക്കിൽ നിന്ന് വീണിട്ടേ എന്താ പറ്റിയേ? ഇവ തലേന്റെ ബാക്കിൽ അടിച്ചു പോയത്. തലക്കാ പറ്റിയേ? ആ തലക്കാ പറ്റിയേ. നോക്കണ്ട മോനെ, രക്ഷപ്പെടൂല. ഇവിടെ നമ്മളെ നാരായണന്റെ മോൻ സുരേഷ് ബൈക്കിന്റെ മേലിന്ന് വീണല്ലേ? 3 ദിവസം കിടന്നു, 4-ാം ദിവസം മരിച്ചു. എന്താണ് കാർത്തിയെ കുട്ടി വിഷമിക്കൂല അങ്ങനത്തെ ഓരോ വർത്താനം പറഞ്ഞാല്? അല്ല മോനെ, ഞാൻ ചോദിച്ചത് അമ്മാവനെ മിലിറ്ററിയിലല്ലേഞ്ഞോ? അതെ. നീ മരിച്ചു പോയാൽ തന്നെ കോട്ട കിട്ടുവോ? അല്ല അത് പിന്നെ കിട്ടാണ്ടിരിക്കില്ല. കിട്ടൂല, ദൈവം കാത്ത അതെങ്കിലും കിട്ടല്ലേ. അതിനാണ് ഇപ്പൊ സന്തോഷം. ആള് ചീത്തയായി പോകുന്നതിലല്ല. അതിനല്ല. ഇപ്പൊ മൂത്തോനാ? അല്ല ഞാൻ രണ്ടാമത്തെ പെണ്ണല്ലേ. മൂത്ത മോളാ. അല്ല ഓളല്ലേ ഇനി ഒരുത്തന്റെ ഒരുത്തനോട് കൂടെ? ഒളിച്ചോടി പോയത്. അത് ചോദിക്കണം അവനോട്. അന്ന് അങ്ങനെ പറ്റി. പക്ഷെ അവളിപ്പോ വീട്ടിലുണ്ട്. ഓള് തിരിച്ചു അവള് വന്നോ? തിരിച്ചു വന്നു. ഇനിയും പോകും മോനെ. അത് പോവും. ഇത് പോയോരിത് ശീലാക്കി കളയും. എന്നാലും ഒരു ഭർത്താവ് ഒരു കുട്ടി ഇവിടെ ഉള്ളപ്പോഴല്ലേ ഓള് വേറെ ഒരുത്തൻ്റെ കൂടെ അത് പോയത്? കഞ്ചാവ് അടിച്ച മാതിരി അത് പിന്നെയും വേണ്ടി വരും. അല്ല അങ്ങനെയല്ല. അവളിപ്പോ എന്താ വെച്ചാല് അത്യാവശ്യം കുഴപ്പമില്ലാത്തതല്ലോ. ഓന ഗൾഫ് പോയല്ലോ. ഓൻ ഗൾഫിലാ. അവളെ കൊണ്ടുപോയ ആള് ഗൾഫ് അപ്പൊ കൊണ്ട്. അവൾക്ക് സൗകര്യായി. ഒക്കെ പോലെ ഇടക്കിടക്ക്. അല്ല ഓൻ ഗൾഫിൽ നല്ല നിലയിലാ. ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് പോരല്ലേ? ആയിസാന്റെ മോൻ മുസ്തഫ ഇങ്ങോട്ട് പോകുന്നില്ലേ ഗൾഫിന്ന്? മുസ്തഫ പോന്ന്. മുസ്തഫ ലീവിന് വന്നതല്ലേ കാർത്തിയെ? ലീവിന് വന്നാണെങ്കിലും ഇങ്ങോട്ട് പോന്നല്ലേ? മുസ്തഫ പോന്നതിന് കാര്യം വേറെ ഉണ്ട് മോനെ. മുസ്തഫ എന്നോട് എല്ലാം പറഞ്ഞിക്കണ്. മുസ്തഫ എന്നറിയുമ്പോ അവിടെ ഗൾഫിൽ ഇപ്പോ ഓഹരി വിപണി ഇങ്ങനെ ഇടിഞ്ഞു വീഴ. അതിന്റെ ഇടയിൽപ്പെട്ട ആൾക്കാർ മരിച്ചുണ്ട്. അപ്പൊ ഓഹരി വിപണി ഇടിഞ്ഞു വീഴണ കാണും മുസ്തഫക്ക് പേടിയായി. മുസ്തഫ അങ്ങോട്ട് പോകുന്ന കഴിച്ചിലായതാ. വെറുതെ അല്ല, മുസ്തഫന്റെ ഈ നെറ്റിന്റെ അവിടെ ഒരു മുറിവ് ഞാനും കണ്ടിട്ടുണ്ട്. അളിയനോട് ഇങ്ങോട്ട് പോന്നോളം പറയും. ഓഹരി വിപണി ഇരുന്നാൽ അങ്ങനെ ആൾക്കാർ എന്താന്ന് അതെന്തത്? അതൊന്നും അറിയാണ്ട് പറഞ്ഞ. അത് നമ്മളെ നാട്ടില് ഭൂകമ്പോ വെള്ളപ്പൊക്കല്ലേ, അതുമായിട്ട് ഒരു പ്രതിഭാസ ഗൾഫിൽ ഓഹരി വിപണി. മോനെ, അളിയനോട് വേഗം ഇങ്ങോട്ട് പോരാൻ പറയണ്ട. ഇല്ല അവിടെ കുഴപ്പമില്ല. അവളിപ്പോ അങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ നിക്കുന്നുണ്ടല്ലോ. അളിയൻ അവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട്. അല്ല അനക്കിപ്പോ എന്താ പണി? എന്റെ പണിയോ? ഞാനിപ്പോ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുക. അത് വല തുന്നിക്കെട്ടിട്ട് കടലിലേക്ക് എറിയണേ. അയ്യോ അതല്ല. അതായത് നമ്മളിപ്പോ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഇപ്പൊ സാമ്പത്തികം വളരെ കുറവുള്ള ആളുകളുണ്ടല്ലോ. സാമ്പത്തിക ശേഷി കുറവുള്ള ആളുകൾ പണം ഇരട്ടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. നമ്മൾ പെട്ടെന്ന് പൈസക്കാരാവും. അതെങ്ങനെയത്?
ഇതറിയില്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് അറിയില്ല. അതറിയില്ല. അപ്പൊ അങ്ങനെ അതാണ് നിങ്ങൾ പറയണ്ടേ. എന്താണ്? അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നനച്ചിരിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് സമ്പന്നരാവാനുള്ള ഒരു പരിപാടി. നിങ്ങൾ ഇതുവരെ ഇതിനെ കുറിച്ച് കേട്ടില്ല? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു 10 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. ഓ എടുത്തോളൂ. തിരക്കുള്ള ആളുകളാണ്. എന്നാലും ഞാൻ എടുക്കുകയാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞങ്ങളുടെ ഒരു പ്ലാനാണ്. ഈ പ്ലാൻ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. പൈസക്കാരാവും. അതെ, കാർത്തേനിച്ച് ശ്രദ്ധിച്ചോളൂ. നാരായണേട്ടാ ശ്രദ്ധിച്ചോളൂ. ഇതാണ് നാരായണേട്ടൻ. ഈ വട്ടാഞ്ഞായി എന്റെ കയ്യും കാലൊക്കെ എവിടെ? അത് നോക്കണ്ട, ഇത് ഒരു സങ്കല്പം. ഇതാണ് നാരായണേട്ടൻ, ഇതാണ് കാർത്തേൻ ചേച്ചി. ഞാൻ ഈ അടുത്തുള്ളത് തൊട്ടടുത്ത് എന്നെ കുറച്ചും ഇങ്ങോട്ട് അയക്കണം. മൂപ്പര് അത്ര അടുത്തേക്ക് പോണ്ട. അല്ല, എന്നാലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ഇത് കാർത്തേൻ ചേച്ചി, ഇത് നാരായണേട്ടൻ. ഇത് ആണ് നിങ്ങളുടെ മൂത്ത മകൻ പ്രഭാരൻ ചേട്ടൻ. ഇത് പ്രഭാരൻ ചേട്ടന്റെ ഭാര്യ അനിത ചേച്ചി. അതായത് നിങ്ങൾ ഇവിടെ കിടക്കുന്നു, അവർ രണ്ടുപേരും ഇവിടെ കിടക്കുന്നു. അല്ല, ഞങ്ങൾ ആടെ കിടക്കുമ്പോ ഒരുപാട് കിടക്കുക. ഒരു ചെറുപ്പക്കാരിയുള്ളൂ, ഓർക്കൊരു സ്വകാര്യതൊക്കെ വേണമെങ്കിൽ മാറി കിടന്നോട്ടെ. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കാം. ഇവിടെ കുമാരൻ ചേട്ടൻ, നിങ്ങളുടെ അനിയൻ കുമാരൻ, കുമാരൻ ചേട്ടന്റെ ഭാര്യ രുക്മിണി ചേച്ചി ഇവിടെ ഒരു അടിയിലല്ലേ. ഇതാണ് ലെഫ്റ്റും റൈറ്റും, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വരുന്നത് നിങ്ങളുടെ ടോപ്പിൽ, മുകളിലാണ്. ഞങ്ങളെ മേലെ, ഞാൻ നിങ്ങളുടെ മുകളിൽ വരും. എനിക്ക് മുകളിൽ ഒരു 15 പേർ. എനിക്ക് മുകളിൽ ഒരു 15 പേർ, എന്നേക്കാൾ ടോപ്പ് ആയിട്ടുള്ള ആളുകൾ. ഈ 15 പേർ വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ 25 രൂപ കിട്ടുന്നു. 25 രൂപ നിങ്ങൾക്ക് കിട്ടുന്നു. അല്ല മോനെ, ഈ 15 ആൾക്കാരുടെ അടിയിൽ ശ്വാസം മുട്ടി കടന്നിട്ട് വൈകുന്നേരം ആകുമ്പോ 25 റുപ്യ കിട്ടും. അല്ല കുട്ടിയെ, ഇവിടെ വൈകുന്നേരം ലോഡിങ്ങിന്റെ പണിക്ക് 300 റുപ്യ ഇത്ര ആളെടുത്തിട്ട് ബിസിനസ് ആണ്. ബിസിനസ്സിൽ ടോപ്പ് ലെവലിലേക്ക് പോകുന്നതിനനുസരിച്ചാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ 15, ഈ 16 പോയി 16 പിന്നീട് 22 ആകുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഡയമണ്ട് എക്സിക്യൂട്ടീവ് പദവിയിലേക്ക്, ഡയമണ്ട് എക്സിക്യൂട്ടീവ് പദവി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാർ അച്ചീവ് ചെയ്യുകയാണ്. കാർ അച്ചീവറായി മാറുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ്. ഇതാണ് കമ്പനി നമുക്കുള്ള ഒരു പ്രൊമോഷൻ ആയിട്ട്. നിങ്ങൾ ഇങ്ങനെ കൈയടിച്ച് കമ്പനിയെ വാഴ്ത്തിപ്പാടുക. നമ്മളിങ്ങനെ കമ്പനി നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കൂ. കാർ അച്ചീവറാണ് നിങ്ങൾ. അല്ല മോനെ, കാർ ആക്സിഡന്റ് പറ്റിയ ഞങ്ങൾക്ക് കാർ ആക്സിഡന്റ് അല്ല, കാർ അച്ചീവർ ആവുകയാണ്. അതോടുകൂടി നിങ്ങൾക്ക് ബിസിനസ്സിലുള്ള താല്പര്യം വർദ്ധിക്കും. ഈ താല്പര്യം വർദ്ധിക്കുന്നതോടുകൂടി നിങ്ങൾ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടി വരില്ല. പെൻഷൻ അച്ചീവർ ആവില്ലേ? വേണ്ടി വരില്ല. 10 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളെ ചൂട്ടാട്ടിലേക്ക് എടുക്കല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകുക. ഇതാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രവർത്തന മേഖല. ഇതാണ് എന്റെ പണി. അതെ, ഇങ്ങനെ പൂജ കെട്ടി വെച്ചിട്ട് ആൾക്കാർ അടി കിടക്കുക, ഈ മുകളിലും കിടക്കുക. അതെ. അല്ല മോനെ, ഇതിന്റെ അകത്ത് ഇപ്പൊ റേഷൻ മേടിക്കാനുള്ളതൊക്കെ കിട്ടൂലേ? പിന്നെ പൈസ കിട്ടാത്ത പ്രശ്നമില്ലല്ലോ. പണം കിട്ടി നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലാവും. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. എന്റെ കല്യാണ അത് പറയാനല്ലേ ഞാൻ കാര്യമായിട്ട് ഇവിടെ വന്നത്. കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയോ? പിന്നെ ഇത് പറയാനുള്ള ഒരു സാവകാശം നിങ്ങൾ രണ്ടുപേരും തന്നില്ലല്ലോ. ചോദിക്കാനും മറന്നു. കുറെ കാലമായിട്ട് എന്നാണ് കല്യാണം? എന്നാ കല്യാണം ഇതാ ഒരാഴ്ച തികച്ചില്ല. 17-ാം തീയതിയാണ്. തലശ്ശേരി നാട് പെണ്ണ്. തലശ്ശേരി കുട്ടിക്ക് അച്ഛനും ആങ്ങളമാരൊക്കെ ഉണ്ടോ? എന്താ അങ്ങനെ വെച്ച്? അല്ല, ആടുള്ള ആണുങ്ങൾക്കൊന്നും തല ഉണ്ടാവില്ല. വല്ലപ്പോഴൊക്കെ വല്ല പ്രശ്നങ്ങൾ നടക്കുന്നതല്ലേ, നമ്മള് അങ്ങനെ പെണ്ണെന്താ നേരിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട തന്നെയാ? അല്ല, ഞങ്ങൾ ഓർക്കൂട്ടിലൂടെ ബന്ധപ്പെട്ട കല്യാണത്തിന് മുമ്പോ? അതൊന്നും ഉണ്ടാവില്ല. അല്ല, അതല്ലേ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് സ്ക്രാപ്പ് അയക്കുമല്ലോ. അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട് അങ്ങനെ അന്വേഷിച്ച് എല്ലാം കൂടെ റെഡിയായി ഇങ്ങനെ വന്നതാണ്. എന്തായാലും പണിയുണ്ടോ? ഓള് അവിടെ കമ്പ്യൂട്ടറിന്റെ ടീച്ചറാണ്. കമ്പ്യൂട്ടറിന്റെ ഒരു ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടൊന്നും കാര്യമല്ല, പണിയൊന്നും കിട്ടൂല. ഇവിടെ ഉഷാന്റെ മോളിൽ മിനിക്കാ കമ്പ്യൂട്ടർ ഒക്കെ കഴിഞ്ഞാലോ ഒരു പണിയും കിട്ടില്ല. കുഴപ്പമില്ല, അവള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജീവിതം. എനിക്ക് തന്നെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടല്ലോ. സ്വർണ്ണൊക്കെ എങ്ങനെയാ എടുത്ത? താലി എത്ര കൊടുക്കണേ? നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതാണല്ലോ, നമ്മളെ തറവാട്ടുകാരാണല്ലോ. ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് 5 പവന്റെ താലി വേണമെന്നാണ്. സ്വർണം തന്നെയല്ലേ? പിന്നെ അല്ല, ഇവിടെ ഒരു ഗിരീശന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊടുത്ത് താലി എട്ടി കഴിഞ്ഞപ്പോ പൊണ്ണുണ്ട് ഇങ്ങനെ ചൊറിയുന്ന. പിന്നെ എന്താന്ന് വെച്ചാൽ 5 പവൻ എന്തായാലും മോൻ കെട്ടിക്കോളുണ്ട്. ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ കുളൂസ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മോഹൻലാൽ പറഞ്ഞു കേട്ടില്ലേ, വീട്ടേ സ്വർണം വെച്ചിട്ടെന്തിനാ കണ്ടില്ലേ, അതുമാതിരി എടുത്തേക്ക് വിറ്റാളെ. എന്തായാലും ഞാനിനി അധികം നേരം നിൽക്കുന്നില്ല.
അപ്പൊ അച്ഛന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് അച്ഛൻ ഒരുപാട് വീട്ടിൽ ഇങ്ങനെ കല്യാണം വിളിക്കാൻ പോകാനുള്ള ആയിക്കോട്ടെ. ഇനി ഒരാഴ്ച തികച്ച സമയമില്ല, ഞാനാണ് വന്നതെന്ന് വെച്ചിട്ട് ആയിക്കോട്ടെ. വരാതിരിക്കരുത്. കുടുംബസമേതം കേട്ടോ, ഒരാഴ്ച മുന്നേ എല്ലാരും വരിക. പോലെ പോലെ മോനെ പോലെ എന്റെ ഒരു ചായന്റെ വെള്ളം കുടിച്ചിട്ട് പോവാർക്ക്. അയ്യോ ചായ വേണ്ട, അല്ലല്ല ചായ വേണ്ട. പറ്റ ചെറുപ്പക്കാരൊന്നും ചായ കുടിക്കൂലേ? എന്നാ പഞ്ചസാര വെള്ളം ആയിക്കോട്ടെ. അയ്യോ അല്ല വേണമെന്നില്ല. മോനെ അല്ല എന്തെങ്കിലും അതിന്റെ കുടിച്ചിട്ട് വാ. പഞ്ചസാര അല്ല വേണ്ടായിട്ടാ. അതിന്റെ പ്രമേയത്തിന്റെ കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. അതിന്റെ കണ്ണും മോറൊക്കെ കണ്ട് പ്രമേയമുള്ള മാതിരിയുണ്ട്. കല്യാണത്തിന് മുമ്പ് ഒന്ന് രക്തമൊക്കെ ടെസ്റ്റ് ചെയ്താലേ പ്രമേഹം ഇടിച്ചൊക്കെ ഉണ്ടാവും. അയ്യോ, അങ്ങനെ മോനിക്ക് എന്റെ വെള്ളം കുടിച്ചിട്ട് പോ. ഇരിക്ക്. ഞാൻ ചായ ചായ കുടിക്ക്. നിങ്ങൾ എന്തെങ്കിലും വർത്താനം പറഞ്ഞു ഞാൻ ചായ ഓക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാ വർത്താനം പറഞ്ഞ് വിടൂല. ചായയും കൊടുക്കണ്ട, ചോറും ഞാൻ ഈ കൊടുക്കണ്ട. ബന്ധു വീട്ടിൽ കല്യാണത്തിന് പോയി ഈ കല്യാണം വിളിക്കാൻ പോയാലേ എല്ലാ സ്ഥലത്തും ഈ സൽക്കാരം തന്നെയാണ്. മോനെ എവിടെ ഉണ്ടായ വായക്കൊല എന്നുള്ളതാ 3 കായുള്ളൂ. 3 കായുള്ളൂ മോനെ. അതങ്ങോട്ട് തിന്നോ. അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. ആയിക്കോട്ടെ. എന്നാ മധുരം ഉള്ളതാണ്. ആ. നല്ല പഴ ആണല്ലേ? നല്ല പഴ അമ്പമ്പട മറ്റേ ചായ വരും അപ്പം കൂട്ടാം. നല്ല പഴ. ഇപ്പം പണിക്കൊന്നും പോകില്ല, വയ്യായികൊന്നും ഇല്ലല്ലോ. വയ്യ. ചായ വെച്ച ചായ വന്നിട്ട് നല്ല നല്ല രസല്ലേ? ഉണ്ടോ? നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ പഴ അല്ലേ? അങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ കൊറേ ആയി. ഇത് ഇട്ടോ. എടുക്കാം. ദാ, മോനെ നല്ല പഴ. ചായ ഏതാ? രണ്ടെണ്ണക്ക് തിന്നില്ലേ? ഒന്ന് നാരായണേട്ടൻ തിന്നോട്ടെ. അപ്പൊ അങ്ങനെയായപ്പോ ഞാൻ കുടിച്ചോ. ചൂടാറിയ ചായയാണ്. എന്നാ പിന്നെ അടക്ക് 2-3 ഉറുമ്പുണ്ട്, പഞ്ചസാരയിൽ പെട്ടതാ. അധികം നേരം ഇരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞ പോലെ കല്യാണത്തിന് നേരത്തെ കാലത്ത് എല്ലാരും വരും കേട്ടോ. ഇതിലെ തന്നെ പോയി എനിക്ക് ജംഗ്ഷനിലേക്ക് എത്താലോ അല്ലേ? മോട്ടോർ സൈക്കിളിലാ വണ്ടി ആയിട്ടോ. നോക്കിയൊക്കെ പോയിക്കോ മോനെ. പേപ്പറിൽ എന്നും വായിക്കണേ, വിവാഹം നിശ്ചയിച്ച ചക്കന്മാർക്ക് അപകടം കൂടുതൽ കിട്ടുന്നത്. എന്നാ ശരി. വല്ലാത്തൊരു തള്ള തന്നെ. ഏറിയ കാലത്തിന്റെ അടുക്ക കുടുംബത്തിൽ ഒരാൾ ഇങ്ങോട്ട് വരും. അന്ന് എന്തായാലും ഞാൻ നന്നായി. വരൂല കല്യാണത്തിന്. എന്തേ വരായിക? അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ബന്ധം പുതുക്കൽ. അങ്ങനെയൊക്കെ ബന്ധം പുതുക്കണം. ആ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മളെ അതല്ല, അച്ചക്കൻ ആ കുട്ടീന്റെ കൂടെ അധികകാലം ഓന്റെ ജോലി കണ്ടില്ല. എന്തൊക്കെയോ ഒരു വെളിച്ചപ്പാട് പോലത്തെ ഒരു ജോലിയൊക്കെയാണ്. ബസ്മാരൊക്കെ ഉണ്ട് ബസ്മാരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നു. ഈ ഒരു പണി അല്ല നമ്മളെ പരിപാടിക്ക് വന്നിനി. ആരത്? ഓന്റെ പരിപാടിക്ക് പ്രഭാകരന്റെ കല്യാണത്തിന് കല്യാണത്തിന് വന്നിനി. പ്രഭാകരന്റെ കല്യാണത്തിന് കുടുംബസമേതം ഒരു തിന്നാൻ നേരത്ത് വന്ന് നന്നായിട്ട് നെയ്ച്ചോറും കോയും തിന്നു പോയതാ. ചെല്ലോരങ്ങനെയാ കാർത്തിയെ. തിന്നാൻ നേരത്തെ വരും നല്ലോണം ഉളുപ്പില്ലാണ്ട് അവിടെ തിന്നാണ് അങ്ങോട്ട് പോയിക്കാളൂ. ഞാനേ ഒരു പുസ്തകത്തിൽ നോക്കട്ടെ എത്രയാ തന്നത്. ഒരുപാട് പുസ്തകം നോക്ക്. ഞാൻ എന്താ നോക്കട്ടെ. തന്നെ നോക്ക്. എന്താ ഞാൻ നോക്കട്ടെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കാർത്തിയെ വേഗം എടുത്ത് കേട്ടാ. അതെ, ഓ 150 ഉറുപ്പ്യ അവര് വെച്ച്. 150 ഉറുപ്പ്യ വെച്ചിട്ടുണ്ടല്ലേ? 150 ഉറുപ്പ്യ വെച്ചോണ്ട് മുമ്പൊക്കെ 150 തന്നെ വെച്ചിട്ട് അങ്ങോട്ട് മുറിഞ്ഞാളാ. അത് മോശാ കാർത്തിയെ. എന്ത് മോശം? ഒരു 500 ഉറുപ്പ്യെങ്കിലും വെക്കണം. നിങ്ങൾ എന്താ പറയുന്നത്? ആടെ ഇനി 2 പെൺകുട്ടികളുണ്ട്. ഇവിടെ ഇനി നമ്മക്കൊന്നും കയ്യാല്ല. അതല്ല ഇന്റെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് 500 ഉറുപ്പ്യ. എന്ത് സ്റ്റാറ്റസ്? നിങ്ങൾക്ക് നിങ്ങളെ കുടുംബക്കാരെ കല്യാണം വരുമ്പോ മാത്രം 500 ഉറുപ്പ്യ കൊടുക്കണം. എന്നാൽ എന്റെ കുടുംബത്തിലെ സ്മിതന്റെ അവിടെ പോയിട്ട് 50 ഉറുപ്പ്യ അല്ലേ നിങ്ങൾ വെച്ചാൽ? എന്റെ പാട്ടുന്ന പൈസ അല്ലല്ലോ എന്റെ മോൻ നയിച്ചുകൊണ്ട് വരുന്ന പൈസ. മോനല്ല, എന്റെ മോനാ. എന്റെ മാത്രം മോനാണ്. ഞാൻ അറിയാണ്ട് അടുക്ക ഇവിടുന്ന് ഒരു മോനുണ്ടായി. 150 ഉറുപ്പ്യ വെച്ചാണ്ട് മുറിഞ്ഞാ മതി. 500 ഉറുപ്പ്യ വെക്കാണ്ട് ഒരു ഇതുമില്ല. 150 ഉറുപ്പ്യ മതി. 500 വേണം ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ഇങ്ങനെ വാശി പിടിക്കണത്. 500 വേണം. 500 വേണം പറ്റൂല. 150 ഉറുപ്പ്യ ഇതാണ്. എന്താണിത്? ആ അല്ല ഈ അമ്മയ്ക്ക് അച്ഛനും വേറെ ഒരു പണിയില്ല? ആ വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ ഒച്ച അവിടെ കേൾക്കാലോ. അങ്ങനത്തെ തൊള്ള അങ്ങനത്തെ തൊള്ളയാണ്ടാ. അത് ശരി. അച്ഛന്റെ ഒച്ച വലിയ മോശമൊന്നുമല്ല. മോശമൊന്നല്ല മോനെ. ആളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എപ്പം നോക്കിയാലും ഈ വീട്ടിൽ ഇങ്ങനെ തന്നെ ബഹളം തന്നെയാ. പവിത്രന്റെ മോൻ വന്നീനി. അതാ കാരണം ഉണ്ടായി. പവിത്രന്റെ മോൻ അഖിലേഷ്. അഖിലേഷ് കല്യാണം പറയാൻ വന്നീനി. വന്നിരുന്നോ? കല്യാണം വിളിച്ചിപ്പോ പോയിട്ടുള്ളൂ. അതിനാണ് ഈ ബഹളം. അപ്പൊ ഞാൻ നമ്മളെ പുസ്തകം എടുത്ത് നോക്കിയപ്പോഴേ 150 ഉറുപ്പ്യ അവിടെ തന്നിട്ടുള്ളൂ. എന്റെ കല്യാണത്തിന് വന്നല്ലേ? അതെ. അപ്പൊ 150 ഉറുപ്പ്യ എന്നെ കൊട്ട അങ്ങോട്ട് മുറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ അച്ഛനാണ് 500. 150 നമ്മളൊക്കെ വില കെട്ടോരായി പോലെ. 150 തിരിച്ചു. ഒരു കാര്യം ചെയ്യ്. അത് പറ്റൂല. 150 കൊടുത്താൽ മതി. 150 മതി. 500 വേണം അറിഞ്ഞില്ല. കത്ത് നോക്കിനോ? ഇംഗ്ലീഷിലായോണ്ട് സാധാരണ ഇംഗ്ലീഷും അല്ലേ. അതാ ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല. ഇതിനാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കിടന്ന് ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അല്ലേ കീരിയും പാമ്പും പോലെ ബഹളം വെച്ച്. ഇത് കണ്ടോ നിങ്ങള്? ഇതെന്താ എഴുതിയ നോക്ക്. എന്താ എഴുതിയ നോക്ക്. എന്താണ് മോനെ? പ്രസൻസ് ഓൺലി ബ്ലെസ്സിങ്സ്. മനസ്സിലായില്ല? നമ്മൾ അവിടെ ചെന്ന് തിന്നിങ്ങോട്ട് പോന്നാ മതിന്ന്. പൈസയും സമ്മാനം ഒന്നും കൊടുക്കണ്ടാന്നാ. എന്നാ പിന്നെ നമ്മക്ക് എല്ലാവർക്കും കൂടി ഇന്ന് അങ്ങോട്ട് പോവാ. ജീപ്പ് വിളിച്ചോ.